ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസിൻ്റെ കൂടെയും നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന ഒരു കറിയാണ് മീൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീൻ കറി തന്നെ നമുക്ക് പല മീൻ വെച്ചിട്ട് പല വിധത്തിലും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തേങ്ങ അരച്ചൊരു മീൻ കറിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാക്കീസ് നെസ്റ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ കല്ലുമ്മക്കായ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ മുഴുവനും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം എന്നൊക്കെ പറയുന്ന ജീരകമില്ലേ, അതാണ്. ഇനി ഇതിലേക്ക് തേങ്ങ അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് മഷി പോലെ തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കല്ലുമ്മക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചമാങ്ങ ചേർത്തിട്ടാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മാങ്ങയുടെ പകുതി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നടുക കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയം വരെ നമ്മൾ ഫ്ലെയിം ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയ ശേഷം ഈ ഒരു മൺചട്ടി അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ അത്യാവശ്യത്തിന് കുക്കായിട്ട് വരും. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം അരച്ച് വെച്ച തേങ്ങ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിളവരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു കറി ഒന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇതുപോലെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരല്പം കറി നമ്മൾ വറവിട്ടെടുത്ത ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ചുറ്റിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കല്ലുമ്മക്കായ വെച്ചിട്ടുള്ള തേങ്ങ അരച്ച നല്ല പച്ചമാങ്ങയൊക്കെ ഇട്ട നല്ലൊരു മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ കറി നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാനിതിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ മീൻ കറി ചൂടോടെ തന്നെ കഴിക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക.
പക്ഷേ മീൻ കറിയെല്ലാം നന്നായിട്ട് തണുത്ത ശേഷം കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിപ്പോൾ തലേ ദിവസം രാത്രി മീൻ കറി ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം അത് എടുത്ത് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി തന്നെ നമുക്ക് കല്ലുമ്മക്കായ്ക്ക് പകരമായിട്ട് ചെമ്മീൻ വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും ട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കല്ലുമ്മക്കായയും ചെമ്മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാക്കീസ് നെസ്റ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ലൊരു അടിപൊളി വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.